ജിഷിൻ, നമസ്കാരം. ഹായ്. ലാലേട്ടൻ, മമ്മൂക്ക, ജയറാമേട്ടൻ, ജഗതി ശ്രീകുമാർ, പിന്നാരാണ് ജഗതിച്ചേട്ടൻ, പിന്നാരാണ് പിന്നെ ഹരിശേഷൻ ചേട്ടൻ, അങ്ങനെ എല്ലാവരുമായിട്ടും കുറേ സിനിമകളല്ലേ? അത് ഏതൊക്കെ സിനിമകളാണെന്ന് പറയാമോ? എൻ്റെ ഫസ്റ്റ് മൂവി മനസ്സിനക്കരയാണ്. മനസ്സിനക്കര, പിന്നെ വാമനപുരം ബസ് റൂട്ട്. മനസ്സിനക്കരയിൽ എന്തായിരുന്നു? അതിൽ ശീലമിഷിയുടെ പേരക്കുട്ടിയായിട്ട് സിദ്ദിഖിക്കടയൊക്കെ മോനായിട്ട് വല്യമിച്ചി രണ്ട് കുഞ്ഞു പിള്ളേരുണ്ട്. അതിനകത്ത് ലാംഗ്വേജ് അത് ഞാൻ. അതെ. അത് കഴിഞ്ഞിട്ട് മനസ്സിനക്കര കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തത് വാമനപുരം ബസ് റൂട്ട്. അതിനകത്ത് മോഹൻലാലിൻ്റെ ലാലേട്ടൻ്റെ കുട്ടിക്കാലം ചെയ്തു. പിന്നെ മയിലാട്ടം ചെയ്തു. മയിലാട്ടത്തിനകത്ത് അമ്പിളിച്ചേട്ടൻ്റെ മോനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ടി വിക്കകത്ത് കോമഡി ക്ലിപ്സൊക്കെ അങ്ങനെ കാണിക്കുന്നുണ്ട് ഇപ്പോഴും. പിന്നെ ബസ് കണ്ടക്ടർ, അത് മമ്മൂക്കയുടെ ബസ് കണ്ടക്ടർ. അതിനകത്ത് ഹരിശ്രീശോൻ ചേട്ടൻ്റെ മോനായിട്ട്, കൽപ്പന ചേച്ചിയുടെയൊക്കെ മോനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ട്രോളും സാധനങ്ങളൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് സംഭവം. പക്ഷെ ആൾക്കാർക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല. ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. പിന്നെ വേഷം ചെയ്തു മമ്മൂക്കയുടെ പടം തന്നെ, കൊച്ചി ഹനീഫക്കയുടെ മോനായിട്ട്. സോറി കേട്ടോ, ചോദിക്കാൻ എന്തുകൊണ്ടും തോന്നില്ല. കാര്യം ഏത് കഥാപാത്രം നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിക്കുമ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലാവണത്. ഇനി ആൾക്കാർ കയറി കാണട്ടെ, കണ്ടിട്ട് പറയട്ടെ ഇതിലെ ജിഷൻ ഇന്ന സിനിമയിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ. വേഷത്തിൽ ഏതായിരുന്നു? വേഷത്തിനകത്ത് ഹനീഫക്കയുടെ മോനായിട്ട് പിണങ്ങി വീട്ടിൽ വരുമ്പോൾ കൂടെ വരുന്ന ആള്. അത് കഴിഞ്ഞിട്ട് പിന്നെ രസതന്ത്രം ചെയ്തു. രസതന്ത്രമൊക്കെ ചെയ്തപ്പോഴേക്കും പിന്നെ നമ്മൾ 10ാം ക്ലാസ്സൊക്കെ ആയി. പിന്നെ കുറച്ച് മെച്യൂരായി. കുറച്ച് ഒരുപാട് വലിയ വ്യത്യാസമൊന്നുമില്ല. അതേപോലൊക്കെ തന്നെയാണ്. താടി മീശം വന്നേ ഉള്ളൂ. മെച്യൂരിറ്റി ഇല്ല അന്നേരം. എന്നാലും നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ട് ജിഷിനെ. നമ്മൾ ബിഹൈൻഡ് ദ ക്യാമറയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയാണെന്ന് എനിക്ക് പിടി കിട്ടുന്നില്ല. എന്തോ എവിടെയോ നമ്മളൊരു സ്പാർക്ക് തിരക്കുകളുടെ ഇടയിൽ വെച്ചിട്ട് ഏതെങ്കിലും ജിഷിൻ തിരക്കുകളുടെ ഇടയിൽ വെച്ചിട്ട് എന്നെ എവിടെയെങ്കിലും മിന്നി മറിഞ്ഞ് കണ്ടതായിരിക്കാം. ജിഷിന്റെ തിരക്കുകളുടെ ഇടയിൽ ഭയങ്കര ബിസിയല്ലേ. ഇപ്പം എറണാകുളമാണോ താമസം അതോ ട്രിവാൻഡ്രം ആണോ? ശരിക്കും പറഞ്ഞാൽ എൻ്റെ പാരൻസ് ഇപ്പോഴും ബാംഗ്ലൂർ തന്നെയാണ്. ഞാനിപ്പോൾ താമസം എറണാകുളത്താണ് കൂടുതലും. കാരണം വെച്ചാൽ നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മൾ ഈ ബാംഗ്ലൂർക്ക് ഓടി പിന്നെയും തിരിച്ചു വരാമെന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് ഒരു സ്പേസ് എന്നുള്ള രീതിയിൽ എടുത്തിട്ടേക്കണമെന്ന് മാത്രമേ. ഇപ്പോൾ കൂടുതലും നമ്മൾ ട്രിവാൻഡ്രം സൈഡിലാണ് അവിടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ട്രിവാൻഡ്രം തന്നെയാണ് കൂടുതലും. ഇപ്പോൾ 2-3 പ്രോജക്ട്സ് സൈമിൾട്ടേനിയസ്ലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് ഓണായി വരുന്നൊരു സമയമാണെന്ന് കൂടുതലും പറയാം. സമയമായി വരുന്നുണ്ട് ദാസ. മേ ബി അല്ല, നമ്മുടെയൊക്കെ ആഗ്രഹം അതാണല്ലോ. വർക്കിലിങ്ങനെ എത്രയോ ചെറുപ്പക്കാരായിരിക്കില്ല അഭിനയിക്കാനായിട്ട് മുന്നിൽ വരുന്നത്, അല്ലെങ്കിൽ അഭിനയിക്കാൻ ആഗ്രഹമായിട്ട് നിൽക്കുന്ന എത്രയോ പേരാണ് അല്ലേ? ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ എത്രയോ പേര് ചോദിക്കുന്നുണ്ട്, ലൈക്ക് ഇതെങ്ങനെയാണ് ഇതിനകത്തോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ചില പ്രോഗ്രാംസും ഈവൻസൊക്കെ ആയിട്ട് സ്കൂളുകൾക്ക് ഫംഗ്ഷൻസിനൊക്കെ വിളിക്കില്ല. അപ്പോൾ പോകുമ്പോൾ പോലും ചെറിയ പിള്ളേരൊക്കെ വന്നിട്ട് ചോദിക്കും, ചേട്ടൻ്റെ പോലെ ലൈക്ക് എന്നിട്ടതിലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെയ്യാൻ പറ്റിയാൽ മതി. പക്ഷെ വീട്ടിൽ നിന്ന് അത്ര പ്രോത്സാഹനം ഇല്ല എന്നൊക്കെ പറയും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഒരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു ഫീൽഡല്ല. അഭിനയിച്ച് കിടക്കാനാണ്, പാട്ടും പാടി കിടക്കാനാണെന്ന് പറഞ്ഞിട്ട് എത്രയോ പാരൻസ് ഡിസ്കറേജ് ചെയ്യുന്ന പാരൻസ് ഉണ്ടല്ലോ അല്ലേ. പക്ഷേ കുട്ടികൾ ആ സമയത്ത് അവരുടെ കലാപരമായിട്ടുള്ള വാസനകൾ പുറത്തേക്ക് എടുക്കുമ്പോൾ ആ സമയത്ത് വേണമല്ലോ ലൈക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് എൻകറേജ് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനും. നമുക്ക് പറയാൻ പറ്റില്ല ഭാവിയിൽ ആരായിരിക്കും എന്തായിരിക്കും എന്നുള്ളത്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും ഇതിൻ്റെ അയലൊക്കത്തോടെ പോയിട്ടില്ലാത്ത ആളാണ്. മിമിക്രി ഇല്ല, മോണാക്ട് ഇല്ല, ഒരു കുന്തമില്ല. ഞാൻ പാടുമായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഭയങ്കര എൻകറേജ്മെൻ്റ് ആയിരുന്നു. പക്ഷേ അല്ലെ അഭിനയം എന്നുള്ളൊരു സംഭവം പ്രതീക്ഷിച്ചതല്ലേ. പാട്ട് പോയി അഭിനയത്തിലേക്ക് വന്നു. അതെ, ഞാൻ പണ്ടൊക്കെ സിനിമകളിൽ പാടുമായിരുന്നു. അങ്ങനെയാണ് പിന്നീട് സിനിമകളിലോട്ട് സിനിമകളിൽ പാടുമായിരുന്നു. കോറസ് ഒക്കെ പാടുമായിരുന്നു. സിനിമകളിൽ പാടിയത് പറ്റുന്നതല്ലേ. കരുമാടിക്കുട്ടനകത്ത് വാ വാ തമര പിന്നെ പാടാം, അതിന്റെ ഇതായിട്ട് പാടാം. കോറസ് വേണ്ട, അല്ലാതെ പാടാം. പിന്നെയുണ്ട് വെള്ളിത്തിരയിൽ പച്ചമാങ്ങ അതിനകത്ത് കോറസ്. പിന്നെ ദാദാ സാഹിബ് എന്ന് പറഞ്ഞ സിനിമ, ദാദാ സാഹിബ് വരുന്നു പിന്നെ രാക്ഷസരാജിലെ സ്വപ്നം ത്യജിച്ചാൽ സ്വർഗം ലഭിക്കും. കുട്ടികളൊക്കെ പാടുന്ന കുറച്ച് പാട്ടൊന്ന് പാടാം. ആ പാട്ട് കേട്ടപ്പോൾ നല്ല ടോൺ കേട്ടതിനകത്ത് വേറെ വല്ല പാട്ട് പാടിയോ? ഈ പാട്ട് തന്നെ സ്വപ്നം ത്യജിച്ചാൽ മതി. സ്വപ്നം ത്യജിച്ചാൽ സ്വർഗം ലഭിക്കും, ദുഃഖം മറന്നാൽ ശാന്തി ലഭിക്കും, മനസ്സേ കരയരുതേ, മനസ്സേ കരയരുതേ, കണ്ണീരിലഴിയുന്ന പാട്ടുപാടാം ഞങ്ങൾ, കണ്ണീരിലലിയുന്ന പാട്ടുപാടാം. സ്വപ്നം ത്യജിച്ചാൽ സ്വർഗം ലഭിക്കും, ദുഃഖം മറന്നാൽ
ശാന്തി ലഭിക്കും. പൊളിയാട്ടോ, സീരിയസ്ലി സീരിയസ് ആയിട്ട് പറഞ്ഞത്. 2-3 വാക്കുകളൊക്കെ മാറി അല്ല, വരികൾ ഡസന്റ് മാറ്റർ, പക്ഷേ ആ താളബോധം എന്ന് പറയുന്ന സംഭവം ഇപ്പോഴും ഉണ്ട് കേട്ടോ. പാടാറുണ്ടോ ഇപ്പോഴും? സമയം കിട്ടുമ്പോൾ. പാട്ട് പഠിച്ചിട്ടുണ്ടോ അതോ? പാട്ട് പഠിച്ചിട്ടുണ്ട് ഞാൻ, തൃശ്ശൂർ വെച്ചിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്, ചേതന അക്കാഡമിയിൽ പഠിച്ചിട്ടുണ്ട്. കുറച്ച് നാളാണോ അതോ കുറേ അധികം നാൾ പഠിച്ചിട്ടുണ്ടോ? കുറേ നാൾ പഠിച്ചു. കാരണം നമ്മൾ അവർ കുറേ പഠിപ്പിക്കാൻ ശ്രമിക്കും. എനിക്ക് ടെക്നിക്കൽ വശം അങ്ങനെ വലിയ പിടിയില്ലാത്തതുകൊണ്ടേ അവർ സരിഗമ പദനിസ സനിതപ്പ മകരിസ ഇത് തന്നെ ഒരു 10 വർഷം പഠിപ്പിച്ചു എന്ന് പറയുന്നത് ശരി. പക്ഷേ എങ്കിലും അടിപൊളിയായിട്ട് പാടി കേട്ടോ. നമുക്ക് ഇതിൻ്റെ വൈൻഡപ്പ് സമയത്ത് ഒരു പാട്ടൂടെ പാടണം, നല്ലൊരു പാട്ട്, ഇഷ്ടമുള്ളൊരു പുതിയൊരു പാട്ട്. ഒരു നിങ്ങളൊക്കെ അപേക്ഷിച്ച് ലവ് സോങ് ഒക്കെ ഏറ്റവും ഇഷ്ടമുള്ളതല്ലേ? എനിക്ക് മെലഡീസ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ചോദിക്കും കൂടുന്ന സമയത്തൊക്കെ ലൈക്ക് ഒരു പാട്ട് പാടുന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ആദ്യം പാടുക ലൈക്ക് ആൾക്കാർക്ക് എപ്പോഴും ലൈക്ക് ഫാസ്റ്റ് നമ്പേഴ്സും അടിച്ചുപൊളി പോലുള്ള സാധനങ്ങളാണല്ലോ ആവശ്യം. പക്ഷെ ഞാൻ കൂടുതൽ ഇങ്ങനെ മെലഡി പോലുള്ള സാധനങ്ങളാണ് കൂടുതൽ. ഇഷ്ടമുള്ള പാട്ട് ഏതാ? എത്രയോ ജന്മമായി എന്നുള്ളൊരു പാട്ടില്ലേ, അതോട് 2 വരി. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേലിഷ്ടമായി നിന്നെ എൻ പുണ്യമേ, ദൂരതീരങ്ങളും മുഖതാരങ്ങളും സാക്ഷികൾ, എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേലിഷ്ടമായി നിന്നെ എൻ പുണ്യമേ. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇംപ്രവൈസേഷൻ ഉണ്ടായിരുന്നു അതിനകത്ത്, തേടുന്നു അല്ലേ? അതാ അവിടെ ഇവിടെയൊക്കെ ഞാൻ രക്ഷയില്ല സീരിയസ്ലി. അപ്പോൾ ലവർ ഉണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടോ ഇല്ലയോ? സ്ട്രേറ്റ് ഫോർവേഡ് സംസാരിക്കണം, അനാവശ്യമായിട്ടുള്ള ചോദ്യം ചോദിക്കും. അല്ല, ഉണ്ടോ ഇല്ലയോ? ഇല്ലെങ്കിൽ ഈ ഒരു ഇൻ്റർവ്യൂ കഴിയുമ്പോൾ എന്തായാലും ചന്ദ്രികയിൽ അല്ലെങ്കിൽ ചന്ദ്രകാന്തം എന്ന സീരിയലിൽ കഥാപാത്രത്തിൻ്റെ പേരെന്താ? അരുൺ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ നിങ്ങളുടെ സീരിയലിൻ്റെ അടിയിൽ കുറേ കമൻസ് വരും. ചേട്ടാ ഐ ലവ് യു, അരുൺ ചേട്ടാ ഐ ലവ് യു, ജിഷിൻ ചേട്ടാ പാട്ട് സൂപ്പർ എന്നൊക്കെ പറഞ്ഞു വരും. പ്ലീസ് സെൻഡ് യുവർ നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അല്ലെങ്കിൽ പ്ലീസ് സെൻഡ് യുവർ പിന്നെ എന്താ ഇൻസ്റ്റ ഐ ഡി അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഐ ഡി എന്നൊക്കെ പറഞ്ഞിട്ട് വരും. കൊടുക്കുവോ? പിന്നെന്താ പക്ഷേ മറ്റേയാൾ വേണം, മറ്റേയാൾ വേണമെന്നേ ഇപ്പൊ ഓൾറെഡി ഉള്ള ആള്. അങ്ങനെ ഉണ്ടോ? അല്ല, സ്നേഹിക്കാത്ത ആൾക്കാരില്ലല്ലോ, സ്നേഹം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഉണ്ടോ അങ്ങനെ ഏതെങ്കിലും സ്നേഹം, ആഴത്തിലുള്ള സ്നേഹം? ആഴത്തിലുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ആള് ഒക്കെ ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്നും പറയാം, ഇല്ലാന്നും പറയാം. എൻ്റെ ഒരു രീതി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് അറ്റാച്ച്മെന്റിലോട്ട് പോകുന്ന ഒരാളല്ല. പെട്ടെന്ന് അറ്റാച്ച്മെന്റ് ഇല്ലാത്ത ഒരാളാണ് ആക്ച്വലി. സെന്റിമെന്റ്സ് എൻ്റെ അടുത്താണോ? അത് ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഞാനിങ്ങനെ ചിരിച്ചും കളിച്ചൊക്കെ ഇരിക്കെങ്കിലും ഞാൻ ഇങ്ങനെ ഡിറ്റാച്ച്മെന്റ് എന്നുള്ളൊരു ഫിലോസഫിക്കൽ ഐഡിയ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. എല്ലാത്തിനോടും ഒരു കയ്യകലം കണ്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോട്, കാറ്, ഫോൺ, അങ്ങനെയുള്ള ഭ്രമം കാര്യങ്ങളൊന്നുമില്ല. വലിയ കാര്യം ഇറങ്ങി അടുത്തൊരാൾ സാധനം നോക്കിയാൽ വലിയ സംഭവം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ.